ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, എല്ലാവർക്കും നാഷണൽ അക്കാഡമിയിലോട്ട് സ്വാഗതം. NIOS എക്കോണമിക്സ് എന്ന സബ്ജക്റ്റിലെ എല്ലാ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് കടക്കാം. സോ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം മൊത്തം അല്ലെങ്കിൽ ലോകം മൊത്തം ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഈ സംവിധാനത്തിലൊക്കെ എന്ത് വേണം? നിശ്ചിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനുകൾ വേണം. അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള അതിൻ്റെ റൂളുകൾ വേണം, അല്ലേ? റൂളുകളും അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ഗൈഡ് ലൈൻസുകളും പ്രിൻസിപ്പിൾസ് ഒക്കെ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക, എല്ലാവരും ചെയ്യുന്നത് ഒരുപോലെ ആവുള്ളൂ, ഒരേ രീതിയിലാകത്തുള്ളൂ. എന്നാലാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ള അക്കൗണ്ടിങ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ബെനിഫിറ്റുകൾ നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ ഒരു യൂണിഫോമിറ്റി എല്ലാം ഒരേ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള പ്രിൻസിപ്പിൾസിനെയും റൂൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ കൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിലെ കൺസെപ്റ്റ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ആകെ ഒരു 9 കൺസെപ്റ്റ്സുകളാണ് നിങ്ങളോട് പറയുന്നത്. ഈ 9 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, 9 നിങ്ങൾ പഠിക്കേണ്ടതുമാണ്. അപ്പൊ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 ഞാൻ ആദ്യം പരിചയപ്പെടുത്തുക. ബാക്കിയുള്ളത് അതുപോലെ തന്നെ അത് മാത്രം പഠിച്ചാൽ പോലെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. കാരണം ഇതിന് ക്വസ്റ്റ്യൻ വരുന്ന രീതി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സിറ്റുവേഷൻ ആണ് തരിക. ആ സിറ്റുവേഷൻ അനുസരിച്ച് ഇതിൽ നിങ്ങൾ ഏത് കൺസെപ്റ്റ് ആണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൽ ഏത് കൺസെപ്റ്റ് ആണ് മിസ്സായി പോയിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് വരിക നിങ്ങൾക്ക് ഇതിൽ പൊതുവെ വരാറുള്ളത്. അതുപോലെ തന്നെ പിന്നെ MCQ ക്വസ്റ്റ്യൻസിലാണ് പിന്നെ ഇതുപോലത്തെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് കാണാം. MCQയിൽ ജസ്റ്റ് ഡയറക്റ്റ് ഡെഫിനിഷൻ പോലെ രൂപത്തിൽ തന്നിട്ട് ഇത് ഏത് കൺസെപ്റ്റ് ആണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഇതുപോലെ സാഹചര്യങ്ങൾ തന്നിട്ട് നമ്മളോട് കൺസെപ്റ്റ് ചോദിക്കുന്ന സമയത്താണ് നമുക്ക് അതിന്റെ ആ ഒരു എന്താണ് ഈ ഒരു കൺസെപ്റ്റുകൾ പറയുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡുവൽ എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നും അതിന് മറ്റൊരു പേരുണ്ട്. ഇതിന് ഇത്ര ഇമ്പോർട്ടൻ്റ് ആകാൻ കാരണം ഇതാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇത്. അതായത് ഒരു ഇക്വേഷന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഹോൾ പ്രോസസ് നടക്കുന്നത്. സോ ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ഈ ഒരു ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റിലാണ് പറയുന്നത്. അഥവാ എല്ലാത്തിനും ഒരു ഡെബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു ക്രെഡിറ്റും ഉണ്ടായിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ്. ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് ഉണ്ട്. ആ രൂപത്തിൽ നമുക്ക് എന്താണ് എല്ലാത്തിനും ഡബിൾ എൻട്രി വരുന്നുണ്ട് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്. അതുപോലെ തന്നെ പിന്നീട് പറയുന്ന ഒരു ഭാഗമാണ് റിയലൈസേഷൻ കൺസെപ്റ്റും അതുപോലെ തന്നെ അക്രൂവൽ കൺസെപ്റ്റും. ഈ ഒരു 3 കൺസെപ്റ്റുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല പറയുന്നത്, എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കും. പക്ഷേ ഈ ഒരു 3 എന്താണ് നിർബന്ധമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ നമ്മളിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നാഷണൽ അക്കാഡമിയുടെ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തുക, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.